നമുക്കിന്ന് പെട്ടെന്ന് ഒരു കല്യാണ വീട്ടിൽ കിട്ടുന്ന റൈസും ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേന് നമ്മുടെ സ്പൈസസും ഉപ്പും അരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ചിക്കൻ കറിക്കുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സ്പൈസസും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ നന്നായിട്ട് വഴറ്റി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് തക്കാളിയും ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചൂടുവെള്ളം കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇനി റൈസിനുള്ള ഉള്ളി വറുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്ത ബീൻസും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. ഇതിലേക്ക് പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് മാറ്റാമേ. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള റൈസും വറുത്തെടുത്തിട്ടുള്ള ഉള്ളി നമ്മുടെ ക്യാരറ്റും ബീൻസും മിക്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാമേ. അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറി വെന്ത് വരുമ്പോൾ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റൈസും ചിക്കൻ കറിയും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.